വൈകിട്ടത്തെ നല്ല ചൂട് ചായക്കൊപ്പം ദാ ഇതുപോലെ നല്ല ചൂടൻ ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സും സോസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാത്രം എപ്പ കാലിയാക്കി തന്നു ചോദിച്ചാൽ മതിയില്ലേ. അടിപൊളി ടേസ്റ്റ് ആണേ. മാത്രമല്ല റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പാട്ടോ. അപ്പൊ അതിനായിട്ട് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളായിട്ട് കാശ്മീരി റെഡ് ചില്ലിയും അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാവേ. പിന്നെ കുറച്ച് മിക്സ് എടുത്ത് പരത്തി ഇതാ ഉള്ളിൽ ചീസൊക്കെ വെച്ച് ഇതുപോലെ ബോൾസ് പോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ മാവ് മുഴുവൻ ഇതേപോലെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടോ. ഇനിയിപ്പോ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് മൈദയും കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയും വേണ്ട എന്നാൽ നല്ല ലൂസും ആവാത്ത രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് മുഴുവൻ നമ്മുടെ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ കോൺഫ്ലെക്സിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിലോ ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്ത് നല്ല ചൂടായ ഓയിലിലേക്കിട്ട് 2 വശം ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ കളറൊക്കെ ഒന്ന് മാറി നല്ലോണം തന്നെ മുരിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നല്ല ചൂട് ചായയുടെയും സോസിന്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് തണുത്ത് പോകരുത് കേട്ടോ. കണ്ടതാ ഉള്ളിലാണെന്നുണ്ടെങ്കിലും ചീസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി ഹാപ്പി ആയിട്ട് കഴിക്കാം കേട്ടോ.